ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നോമ്പ് ധ്യാനത്തിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പെസഹ വ്യാഴം. നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സെഹിയോൻ മാളികയിൽ പന്തിരുവരുമായി പെസഹ ആചരിച്ചതിന്റെ ഓർമ്മയാണല്ലോ പെസഹ പെരുന്നാളായി നാം ഇന്ന് കൊണ്ടാടുന്നത്. ഏതാനും ചിന്തകൾ പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, പെസഹ രക്ഷയിലേക്ക് നയിക്കുന്ന പന്തിഭോജനം. രക്ഷയിലേക്ക് നയിക്കുന്ന പന്തിഭോജനം. പെസഹായുടെ പഴയ നിയമ അടിസ്ഥാനം പുറപ്പാട് പുസ്തകം 12 അധ്യായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കടിഞ്ഞൂൽ സംഹാരകളിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി അവർ പെസഹ ആചരിച്ചതായി പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് രക്ഷയുടെ പന്തിഭോജനമാണ്. പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പാപപങ്കിലമായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനായി ദൈവം തന്റെ സ്വപുത്രനെ ഭൂമിയിലേക്ക് നൽകുകയും അവൻ നമുക്കായി മുറിയപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്തതിന്റെ ഓർമ്മ കൂടിയാണല്ലോ ഈ പന്തിഭോജനം. അതുകൊണ്ട് പെസഹ രക്ഷയിലേക്ക് നയിക്കുന്ന പന്തിഭോജനമാണ്. രണ്ടാമതായി, പെസഹ ഓർമ്മകളെ പ്രോജ്വലിപ്പിക്കുന്ന പന്തിഭോജനം. ഓർമ്മകളെ പ്രോജ്വലിപ്പിക്കുന്ന പന്തിഭോജനം. മറവിയുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സ്മരണകൾ കേവലം സ്മാരകങ്ങൾ മാത്രമായി വഴിമാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആർക്കും ഇന്ന് ആരെയും ഓർക്കുവാനായി സമയമില്ല. അപ്പോഴാണ് യേശുക്രിസ്തു നമ്മോട് പറയുന്നത്, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്വി. പാപപങ്കിലമായ ഒരു ലോകത്ത് മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായി കർത്താവ് മരക്കുരിശിൽ മരിച്ചതിന്റെ ഓർമ്മയാകുന്നു പെസഹ. അതുകൊണ്ട് വഴിമാറുന്നവനായല്ല, മറിച്ച് ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിക്കുന്നവരായി ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം. ഓർമ്മകളെ പ്രോജ്വലിപ്പിക്കുന്ന പന്തിഭോജനത്തിൽ പങ്കുചേരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഈ പെസഹ നമ്മെ വെല്ലുവിളിക്കുകയാണ് രക്ഷയിലേക്ക് നയിക്കുവാനായി. ഈ പെസഹ നമ്മെ വെല്ലുവിളിക്കുകയാണ് മറവിയിൽ നിന്ന് ഓർമ്മകളിലേക്ക് നയിക്കപ്പെടുവാനായി. അപ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ.